ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തപാൽ വകുപ്പിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ടോട്ടൽ 21,413 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കേരളത്തിലും നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് ഗ്രാമീൺ ഡാക് സേവക് തസ്തികയിലെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കേരളത്തിലെ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 2025 ഫെബ്രുവരി 10 മുതലാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി വരുന്നത് 2025 മാർച്ച് 3 വരെയാണ്. അപ്പോൾ ഗ്രാമീൺ ഡാക് സേവക്, GDS ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, BPM അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ABPM ഡാക് സേവക് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ടോട്ടൽ 21,413 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കേരളത്തിൽ 1,385 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും അംഗീകൃത വിദ്യാഭ്യാസ ബോർഡിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ കണക്ക്, ഇംഗ്ലീഷ് തിരഞ്ഞെടുത്ത വിഷയങ്ങളായി പഠിച്ചിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞത് 10ാം ക്ലാസ് വരെ മലയാളം പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ സൈക്കിൾ ഓടിക്കാനും അറിഞ്ഞിരിക്കണം. മാസ ശമ്പളം വരുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്ക് 12,000 മുതൽ 29,380 രൂപ വരെയാണ്. ABPM GDS തസ്തികയിലേക്ക് 10,000 മുതൽ 24,470 രൂപ വരെയാണ് ലഭിക്കുന്നത്. കൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്കൊരു അപേക്ഷാ ഫീ വരുന്നുണ്ട്. ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 100 രൂപയാണ് അപേക്ഷ ഫീ ഉണ്ടായിരിക്കുക. എന്നാൽ SC, ST, PWD ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ആവശ്യമില്ല. അവർ ജസ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. ഇനി ഇതിലേക്ക് വരുന്ന പ്രായപരിധി നോക്കുകയാണെങ്കിൽ മിനിമം 18 മുതൽ മാക്സിമം 40 വയസ്സ് വരെയാണ്. SC, ST, OBC, PWD, EWS തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായി വയസ്സുള്ളവ് ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിലെ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. മാർക്ക് ലിസ്റ്റിൽ മാർക്കും ഗ്രേഡും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് മാത്രം നൽകി അപേക്ഷിക്കണം. ഗ്രേഡ് നൽകി അപേക്ഷിച്ചാൽ അത്തരം അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇന്ത്യ പോസ്റ്റൽ വകുപ്പ് വിവിധ ഗ്രാമീൺ ഡാക് സേവക് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. www.indiapostgdsonline.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായി 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.